ഹായ് ഹലോ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു ചെറിയൊരു ഡേ മൈ ലൈഫ് തന്നെയാണ് നമ്മുടെ വിനുവാട്ടൻ ചെന്നൈയിൽ നിന്ന് കേരളത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് മുഖമൊക്കെ കഴുകി കുറച്ച് ലേറ്റായി തോന്നുന്നു കേട്ടോ എണീറ്റപ്പോൾ. അങ്ങനെ മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി ഇതാ നല്ല ഫ്രഷായി കണ്ണാടി നോക്കി നിന്നപ്പോൾ നമുക്കിതാ പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് പണികളൊക്കെ ഒരുങ്ങി പാല് വാങ്ങിക്കാൻ പോയതാണ് കേട്ടോ. നമുക്ക് തൊട്ടടുത്ത് തന്നെ കടയുണ്ട്. അപ്പോൾ പിന്നെ എളുപ്പമാണ്, രാവിലെ ചായ വെക്കാൻ തോന്നി പോയി വാങ്ങിച്ചു വന്ന് വെച്ചു. അപ്പോൾ അതാ ചായക്കടയിലൊക്കെ അടിക്കുമ്പോൾ അടിക്കണം നന്നായി പതയൊക്കെ വന്ന് നല്ല കടുപ്പത്തിൽ കുടിക്കാനൊക്കെ ഇഷ്ടമാണ്. നമ്മളെ വിനോട്ടൻ എന്താ ഭയങ്കര ലേറ്റായിട്ടാണ് ആൾ എണിച്ചത് കുളിയെല്ലാം കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനത് എൻ്റെ പണിയും അത്യാവശ്യമൊക്കെ ഒരുങ്ങി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളത് ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ രാവിലെ. അപ്പോൾ ആൾക്ക് വെള്ളച്ചോറ് ഉണ്ടെങ്കിൽ ആൾ വെള്ളച്ചോറ് കഴിച്ചോളും. ആൾക്കതാണ് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാനാണ് ഇഷ്ടം രാവിലെ തന്നെ. അപ്പോൾ അതാ വാമിക്കുട്ടി ഇങ്ങനെ അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ ഇങ്ങനെ വാരിക്ക് കൊടുത്ത് ഒരു 4-5 വായൊക്കെ കഴിക്കട്ടെ, വല്ലപ്പോഴും കൂടുമ്പോഴല്ലേ. അപ്പോൾ അതുകൊണ്ട് ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങനെ നിർബന്ധിച്ച് കുത്തിത്തിരിക്കുമ്പോഴാണ് കഴിക്കാൻ വലിയ ഇഷ്ടമില്ലാത്തുള്ളൂ. ഞാൻ ഡെയിലി കൊടുക്കുകയല്ലേ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ അത് അച്ഛൻ്റെ മടിയിൽ വലിയ കാര്യത്തിലൊക്കെ കയറി ഇരിക്കുന്നുണ്ട് അതിൽ കുഴപ്പമില്ല കേട്ടോ. പിന്നോട്ട് കൊടുക്കുമ്പോൾ 2-3 വയ്യ ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കും. ഇപ്പോൾ ആളോട് ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ്. നമ്മൾ നീലൂട്ടി സ്കൂളിൽ പോയിട്ടാണ്. അപ്പോൾ ഏട്ടൻ ഇപ്പോൾ വല്ലപ്പോഴും കൂടുമ്പോൾ വന്നാലും ലീവ് എടുക്കാൻ അവളും ആവശ്യപ്പെടാറില്ല, ഞങ്ങളും നിർബന്ധിക്കാറില്ല. പോണത് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളെ വിടും. അവൾ പോയി കഴിഞ്ഞ് വൈകുന്നേരത്ത് വരുമ്പോൾ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിത് രാവിലത്തെ ഭക്ഷണങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കണം. മിക്കവാറും ഇങ്ങനെയൊന്നും ഇരിക്കാൻ പറ്റിയൊരു ചാൻസ് കിട്ടാത്തതാണ്, പക്ഷേ ഇന്നെന്തോ കിട്ടി. അങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ടൗണിൽ പോയി നമുക്ക് ടിക്കറ്റ് എടുക്കണം. വന്നതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ പോകാനുള്ള ടിക്കറ്റും കൂടി എന്നാലും നമുക്ക് കൺഫേം ആയിട്ട് കിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ടൗണിൽ പോകണം. അപ്പോൾ പിന്നെ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ആൾ തന്നെയാണ് തപ്പി പിടിച്ചിട്ട് കണ്ണാടിയൊക്കെ എടുത്തിട്ടിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ടൗണിൽ പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണപ്പോൾ അവൾ സെൽഫി എടുക്കാനാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ദാഹിക്കുമല്ലോ, നമ്മൾ ടൗണിൽ പോയതല്ലേ. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു കട്ട്ലേറ്റും സാൻഡ്വിച്ചും അതുപോലെ തന്നെ പപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാരങ്ങ വെള്ളം കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കുടിച്ച് നല്ല സൂപ്പറായിരുന്നു, അടിപൊളി. നമ്മളൊരു ടൗണിൽ തന്നെ ഒരു കടയാണ്, നമ്മൾ ആദ്യമായിട്ട് കയറിയതാണ് എങ്ങനെയാണ് നോക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ല ചില്ലായി ഞങ്ങളെല്ലാവരും. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, വെറൈറ്റി ഫുഡുകൾ. അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ എടുക്കല്ലേ പറഞ്ഞിട്ട് ഒന്നും മിസ്സാക്കിയില്ല. അങ്ങോട്ട് എല്ലാം എടുക്കണം കണ്ടെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതൊക്കെ വാങ്ങിക്കാനാണെന്ന് അങ്ങനെയൊന്നുമില്ല ഗൈസ്, എടുക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ സ്നിക്കേഴ്സ് വാങ്ങിച്ചു കേട്ടോ, 3-4 സ്നിക്കേഴ്സ് വാങ്ങിച്ചു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത് വീടെത്തി. അത് കഴിഞ്ഞൊരു 4-4:30 ആയപ്പോൾ നമ്മൾ നീലൂട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊരേ കളിയായിരുന്നു, എനിക്ക് കുറച്ച് പണിയും കാര്യങ്ങളായിട്ട് അപ്പോൾ പിന്നെ നിലവിളിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താണ് നല്ല പോത്തിരി കളിയായിരുന്നു അച്ഛനും മക്കളും കൂടിയിട്ട്. പിന്നെ വൈകിച്ചില്ല, പിന്നെ നീലൂനും കൊണ്ട് പോയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് നീലൂട്ടി ഞാൻ പിന്നെ മിസ്സാക്കില്ലല്ലോ, അവരും ഞാനും ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വീട്ടിലെ പണിയൊക്കെ ഒരുക്കണം പോയി. നമ്മൾ സ്ഥിരം വരുന്ന ഒരു പാർക്കാണ് കേട്ടോ ഇത്, വടക്കഞ്ചേരിയിൽ. നമുക്കധികം ദൂരെയൊന്നും പോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ടൗണിലുള്ള ഒരു പാർക്കാണ്, അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇവിടെ തന്നെ മെയിനായിട്ട് വരാനുള്ളൊരു കാര്യം കൂടി ഉണ്ട്, അത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അതാ നീലു ചെയ്യും പോലെ തന്നെ വാമിക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ ഹെൽപ്പോടുകൂടി നമ്മളെ വാമിക്കുട്ടിയും കളിക്കുകയാണ്. അപ്പോൾ അവർ ഫുള്ള് ജോളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അച്ഛൻ വരുമ്പോഴല്ലേ ഇതൊക്കെ പറ്റുള്ളൂ പറഞ്ഞിട്ടതാ ഞാൻ പറയാനുള്ള കാര്യം. നമ്മളവിടെ വരുന്നു, കുറച്ച് നേരം കളിക്കുന്നു, പിന്നെ നമ്മളൊരു സ്പോട്ടാണ് അത്, അവിടെ സൈഡിൽ വന്നിരിക്കുക, ചായയും കടികളും. ഞാനന്ന് വേറൊരു വ്ളോഗിനും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സ്ഥിരം കടയാണെന്ന്. അപ്പോൾ അങ്ങനെ നല്ല കടുപ്പത്തിൽ 4 ചായയും എൻ്റെ സ്പെഷ്യൽ മസാല ബോണ്ട കേട്ടോ, മസാല ബോണ്ട. അപ്പോൾ അതൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നല്ല തിരക്കായപ്പോൾ, ആദ്യം വന്ന സമയത്ത് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ ലാവിഷായിരുന്നു. പിന്നെ നല്ല തിരക്കായി. പിന്നെ മീൻ വളർത്താൻ ഒരു പൂതി തോന്നി. അപ്പോൾ അച്ഛനായിരുന്നു ഇത്രയും നാളും പൂതി. അങ്ങനെ കുറേ മീനൊക്കെ ചത്തുപോയപ്പോൾ അച്ഛൻ നിർത്തിയായിരുന്നു. പിന്നെ പതിയെ മകൾക്കായി, അതായത് നീലൂട്ടിക്കായി ഒരു ആഗ്രഹം മീൻ വളർത്തണമെന്ന്. അങ്ങനെ ചെറിയ മീൻ 2 വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കയറി വെറൈറ്റി മീൻ. അപ്പോൾ അത് വേണം ഇത് വേണം എന്നുള്ള ഒരേ കൺഫ്യൂഷനായി. ലാസ്റ്റ് 2 മീൻ വാങ്ങിച്ചു, എങ്ങനെയുണ്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് 2 വാങ്ങിച്ചു. അപ്പോൾ നമ്മുടെ വ്ളോഗ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വ്ളോഗ് കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. പിന്നെ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.